ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞ മാതിരി ബൈൻഡർ പൗഡർ എങ്ങനെ മിക്സ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാം, നമുക്ക് നോക്കാം. ഞാനിവിടെ ബൈൻഡറും പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ കാണിച്ച മാതിരി തന്നെ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് പൗഡർ എടുക്കുന്നു. നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ എടുത്താൽ മതി. കൂടുതൽ എടുത്തിട്ട് അത് പാലറ്റിൽ ഇങ്ങനെ അവിടെ വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബൈൻഡർ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഫില്ലറൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വേസ്റ്റ് വരില്ല. അല്ലെങ്കിൽ ഈ കുപ്പിയുടെ പുറത്തു കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അത് സുഖമില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കൂ, ഇതെങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നോക്കാം. ബൈൻഡറുണ്ട്, പൗഡറുണ്ട്, കുറച്ച് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കാണുന്നുണ്ടാവില്ലേ. ഇനി ഇത് വെച്ചിട്ട് ഇനി എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. വളരെ എളുപ്പമാണ്. ഇത് വെറും ബിഗിനേഴ്സിനാണ് കേട്ടോ. എല്ലാം അറിയുന്ന ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിളാണല്ലോ എന്ന് തോന്നും. പക്ഷെ തീരെ അറിയാത്ത ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഞാനൊരു ലീഫിൻ്റെ പാറ്റേൺ വെറുതെ റഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്രത്യേക ഇതിൽ ഷെയ്ഡ് വരയ്ക്കാം. ഇത് ഉണങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ ഷൈനിങ് നന്നായിട്ട് നമുക്ക് തോന്നും. ഈ 3 ലീഫും ബൈൻഡർ പൗഡർ മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് മനസ്സിലായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ 3D കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാം. ഞാനിത് അധികം പെട്ടെന്ന് തന്നെ ഉണങ്ങും ഇത്, പക്ഷേ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുന്നില്ല നമ്മളുടെ ഇതായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നിലിട്ട് കാണിച്ചു. കാണുന്നുണ്ടാവും അല്ലേ. ഡിസൈൻ ചെയ്ത ഒരു ഷോളോ ടോപ്പോ അതിനിടയിൽ ഈ 3D വെച്ചിട്ട് നമുക്ക് വെറുതെ ഡോട്ട്സ് ഇട്ട് കൊടുത്താലും ഭംഗിയാണ്. 3D കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 3D വെച്ചിട്ട് ലിക്വിഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കുണ്ട്. അതും എല്ലാവർക്കും ചെയ്യാൻ നമ്മളെ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ 3Dയുടെ വർക്കും ബൈൻഡർ പൗഡർ മെത്തേഡും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതേമാതിരി തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.